അടുത്തടുത്ത വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിലും ശാരദയും കുട്ടിമണിയും പരസ്പരം കാണുന്നില്ല. ശാരദ കുട്ടിമണിയെ ഓർത്ത് വിഷമിക്കുന്നു. കുട്ടിമണിയെ കണ്ടെത്താൻ മതികല ശ്രമിക്കുന്നു. നിന്റെ കൂട്ടുകാരന് പൊട്ടിയെ എവിടാണെന്ന് കണ്ടെത്തിയോ? തിരക്കിക്കൊണ്ടിരിക്കുക. ജലജയുടെ മൊഴിയെടുക്കാൻ പോലീസ് ആശുപത്രിയിലെത്തുന്നു. ജലജ മതികലയുടെയും രവിയുടെയും സഹായത്തോടെ വയലോരം വീട്ടിലെത്തി വെല്ലുവിളിക്കുന്നു. തളർന്നു വീഴുന്ന കുട്ടിമണിയെയും കൊണ്ട് മനസ്സുജൻ ആശുപത്രിയിലെത്തുന്നു. നഴ്സിന് സംശയം. അവർ പോലീസിനെ വിളിക്കുന്നു. ഡോക്ടറെ ഭീഷണിപ്പെടുത്തി മനസ്സുജൻ രക്ഷപ്പെടുന്നു. പുതിയ തന്ത്രങ്ങൾ മനസ്സിൽ കണ്ട് മതികല അണ്ണാച്ചിയെ കൂട്ടുപിടിക്കുന്നു. ഇന്ദുവിനെ തന്റെ പക്ഷം ചേർക്കാൻ മതികല ഇന്ദുവിന്റെ മനസ്സിൽ സംശയത്തിന്റെ വിത്ത് വിതയ്ക്കുന്നു. വയലോരം വീട്ടിൽ ഉടൻ ഒരു മരണം നടക്കുമെന്ന് മഷിനോട്ടക്കാരൻ. അല്ലിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന്, കുട്ടിമണിയുടെ പതനം കാണാതെ ഇനി ആഭരണം ധരിക്കില്ലെന്ന് ജലജ. അല്ലിയുടെ മരണത്തിൽ ദുരൂഹതയുള്ളതായി മനസ്സുജന് സംശയം. ശിവയുടെ ചതിയിൽ മനസ്സുജനെയും കുട്ടിമണിയെയും പോലീസ് പിടിക്കുന്നു. കുട്ടിമണിയെ ശാരദ കാണുന്നു. കുട്ടിമണി അറസ്റ്റിലായ വിവരം വയലോരം വീട്ടിൽ അറിയുന്നു. കുട്ടിമണിയെയും മനസ്സുജനെയും പോലീസ് സ്റ്റേഷനിലെത്തിക്കുന്നു. സ്റ്റേഷനിൽ വെച്ച് കുട്ടിമണിയെ വകവരുത്താൻ റീത്ത് റീത്തയെ മതികല ഏർപ്പെടുത്തുന്നു. ലോക്കപ്പിലെത്തുന്ന റീത്ത് റീത്ത കുട്ടിമണിയെ കൊല്ലാൻ ശ്രമിക്കുന്നു. കുട്ടിമണിയുടെ മരണവാർത്തയ്ക്കായി ജലജയും മതികലയും കാത്തിരിക്കുന്നു. തുടർന്ന് കാണുക. സമ്മതിച്ചിരിക്കുന്ന രണ്ടിനെയും ഇതുപോലൊരു അമ്മയും മോളും ലോകത്തൊരിടത്തും കാണില്ല. ഉടലിന്റെ പാതി ജീവൻ പോയിട്ടും ഒട്ടും പഠിക്കാത്ത ഒരമ്മ, അമ്മ അല്പപ്രാണിയായിട്ടും പകതീരാത്തൊരു മകള്. അല്ല, ആരെ കുഴിയിലോട്ട് എടുക്കുന്ന കാര്യമാ രണ്ടുപേരും പറഞ്ഞോണ്ടിരിക്കുന്നത്? കേട്ടാ, നിങ്ങൾക്കേ നോവൂ. ആ നോവ് എന്റെ സന്തോഷമാണ്. അതുകൊണ്ട് അങ്ങ് തെളിച്ചു പറയാൻ പറഞ്ഞു കൊടുക്കടി മോളെ. അച്ഛനങ്ങ് സന്തോഷിക്കട്ടെ. നിങ്ങക്ക് പ്രിയപ്പെട്ട ഒരാള് ഇന്നലെ ചത്ത് കാണും. മതി, കൈവിട്ട കളി കളിക്കരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ. ഒയ്യോ, കളി കൈവിട്ടും പോയി. അവളുടെ ജീവന്റെ കിളി കൂട് വിട്ടും പോയി കാണും. കൊടും പാതകം ചെയ്തോ ഞങ്ങൾ അമ്മയും മോളും ചേർന്ന്? ഞങ്ങളെ സംബന്ധിച്ച് കുട്ടിമണിയുടെ മരണം ഒരു പുണ്യപ്രവൃത്തി തന്നെ. കുട്ടിമണി തീർന്ന് കാണും ഇന്നലെ തന്നെ, അതും പോലീസ് ലോക്കപ്പിൽ വെച്ച്. കണ്ണിച്ചോരയില്ലാത്ത രാക്ഷസികള്. നിങ്ങൾ ഇവിടെ കിടന്ന് തുള്ളുന്ന എന്തിനാ? ലോക്കപ്പിൽ കിടന്ന പ്രതികള് തമ്മിലടിച്ച് ചത്തതിന് രോഷം കൊണ്ടിട്ട് ഒരു കാര്യവും ഇല്ല. ഈടെ തീഹാർ ജയിലിൽ മരിച്ചത് 2 എണ്ണമാ. അതുപോലെ നമ്മുടെ നാട്ടിലും ഒരെണ്ണം, ഒരു പൊട്ടിമണി. നീയൊക്കെ ഇതിന് ഉത്തരം പറയേണ്ടി വരും, നോക്കിക്കോ. ഓ, പറഞ്ഞോളാമേ. നിങ്ങളൊരു ചോദ്യാവലി കടലാസിൽ എഴുതി തയ്യാറാക്കിക്കൊണ്ടിങ്ങി വാ. പുച്ഛിക്കണ്ട. നിങ്ങൾ കാരണം ബുദ്ധിയില്ലാത്ത ആ പാപം കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജലജെ, നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. ദൈവത്തിന്റെ തിരിച്ചടികൾ തുടങ്ങും ഒന്നേന്ന് അങ്ങ് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന്. പൊട്ടിച്ചത്തെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ ഇത്ര രോഷം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മകളൊന്നും അല്ലല്ലോ. മകളെ പോലെ തന്നെയാടി എനിക്കാ കൊച്ച്. എന്റെ മോളിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളതിനേക്കാൾ ഒരു നല്ല ചിരിയെങ്കിലും തന്നിട്ടുള്ളത് ബുദ്ധിയില്ലാത്ത കൊച്ച. എങ്കിലേ ബുദ്ധിയില്ലാത്ത ആ കൊച്ചിന് മുല്ലപ്പൂ കൊണ്ട് നല്ലൊരു റീത്ത് വാങ്ങിച്ചു കൊടുക്കും, കൊടുക്കത്തെ സമ്മാനമായിട്ട്. ജലജെ, എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞതാ അവിവേകം ചെയ്യരുതെന്ന്. അരക്ക് താഴോട്ട് തടർന്നിട്ടും അഹങ്കാരം ഒട്ടും കുറയാത്ത നിന്നെ ദൈവം വെറുതെ വിടും. ഇതൊന്നുമല്ല ദൈവം നിനക്ക് വെച്ചിട്ടുള്ളത്. ഈ ഇരിപ്പ് നാളെ കിടപ്പാവും. പുഴുക്കൾ നീന്തി തുടിക്കും നിന്റെ ശരീരത്തിൽ. ആ കിടപ്പിൽ കിടന്ന് നീ പശ്ചാത്തപിക്കും. അത് നിങ്ങളുടെ ധാരണ മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ മോഹം മാത്രം. ഈ കേസിൽ ജലജകുമാരിക്ക് പശ്ചാത്താപമില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ പുഴുക്കൾ കാർന്നു തിന്നുന്ന ഒരവസ്ഥ എനിക്കുണ്ടായാലും എനിക്ക് ഓർക്കാനും ഓർത്തോർത്ത് സന്തോഷിക്കാനും ഒരേ ഒരു നിമിഷം മതി. കുട്ടിമണിയെ കുഴിയിലേക്ക് എടുക്കുന്ന നിമിഷം. അമ്മേ, സഞ്ജു പൊട്ടിയുടെ മരണം അറിയിക്കാൻ വിളിക്കുന്നതായിരിക്കും. ഹലോ സഞ്ജു, പറയടാ. ഹോസ്പിറ്റലിലോ? ശരി, ഞാൻ അങ്ങോട്ട് വരാം. നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്താൽ മതി. അമ്മേ, ഞാൻ സിറ്റി ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോവുക. അവിടെ നിന്ന് വിളിക്കാം. കാര്യം പറഞ്ഞിട്ട് പോമോളെ.
ഞാൻ വിളിക്കാന്ന് പറഞ്ഞില്ലേ? ഞാൻ ഐസുവിന്റെ ഫ്രണ്ടിലുണ്ട് മതി. സഞ്ജു, ഡാ എന്തായടാ? എന്താ നീ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? അത് മതി. അത് മതി അത്. എടാ എന്റെ സഞ്ജു, നീ കാര്യം പറയേ. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, അതറിയാമോ? നേരം വെളുത്തപാടെ രവിയേട്ടനെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ മാണിക്യമംഗലത്ത് എത്തിയതാ. അവിടെ ഇത്രയും നേരം നിന്റെ ഫോൺ കോളിനായിട്ട് ഞാൻ കാത്തു നിൽക്കുമായിരുന്നു. സഞ്ജു, കാര്യം പറ സഞ്ജു. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത് പോലീസ് സ്റ്റേഷനില്? പറയേ. എനിക്കറിയാം, ഒന്നുകിൽ കുട്ടിമണി ചത്തു. ഈ ആശുപത്രിയുടെ മോർച്ചറിയില് അനക്കമില്ലാതെ കിടപ്പുണ്ട് അവള് ഗുണ്ടുമണിയായിട്ട്. അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് പരിക്കേറ്റ് ഇവിടെ ആശുപത്രിയിലുണ്ട് അല്ലേ? മതി. പറയടാ, ഇതിലേതാ സംഭവിച്ചത്? കേൾക്കാൻ എനിക്ക് കൊതിയാവുന്നു. ഇത് രണ്ടും സംഭവിച്ചില്ല മതി. ഇത് രണ്ടും സംഭവിച്ചില്ലെന്നോ? പിന്നെന്താടാ സംഭവിച്ചത്? അവളുടെ കുഞ്ഞു മാത്രമേ ചത്തോളൂ? അതും സംഭവിച്ചില്ല മതി. പിന്നെ എന്താടാ സംഭവിച്ചത്? പറയങ്ങോട്ട്, എന്താ സംഭവിച്ചതെന്ന്? ഇന്നലെ രാത്രി നീ എന്നെ വിളിച്ച് എല്ലാം ഓക്കെ ആണെന്നും സന്തോഷത്തോടെ ഉറങ്ങാനുമല്ലേ നീ പറഞ്ഞത്? ഇത് തന്നെ ഞാൻ അമ്മയോട് പറയുകയും ചെയ്തു. എന്നിട്ടിപ്പോ ഒന്നും നടന്നിട്ടില്ലെന്നോ? പറയടാ അങ്ങോട്ട്. വിടു മതി, ആളുകൾ ശ്രദ്ധിക്കുന്നു മതി, പ്ലീസ്. എന്നെ കൂടുതൽ ഭ്രാന്താക്കാതെ കാര്യം പറയടാ അങ്ങോട്ട്. എന്റെ പൊന്നു മതി, നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഇന്നലെ രാത്രി തന്നെ റീത്തയെ ഞാൻ ബസ് സ്റ്റാൻഡിൽ വിട്ടു. അവിടുന്ന് CI അയ്യപ്പൻ സാറിന്റെ പോലീസ് റീത്തയെ സ്റ്റേഷനിൽ എത്തിച്ചു. എന്നിട്ട് കുട്ടിമനയുടെ സെല്ലിലേക്ക് തന്നെ വിട്ടു. കാര്യം പറയടാ അങ്ങോട്ട്. എന്നിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്ലാനും ചെയ്തു. റീത്തയ്ക്ക് അവസരവും നൽകി. എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് പറയടാ കഴുത അങ്ങോട്ട്. ഇങ്ങനെ വളച്ചു കെട്ടി താളം തുള്ളാതെ പറയുന്നുണ്ടോ? പിന്നെ എന്ത് സംഭവിച്ചു എന്നല്ലേ? ദാ എന്താടാ ഇത്? പറയാം. റീത്തയുടെ അവസ്ഥ കണ്ടോ? അവർക്ക് എന്ത് സംഭവിച്ചു എന്നാ ഞാൻ ചോദിച്ചത്. അവരെവിടെങ്കിലും മൂക്കുകുത്തി വീണോ? എങ്കി പിന്നെയും സമാധാനം ഉണ്ടായിരുന്നു. ഇത് ആ പെണ്ണിന്റെ പണിയാ. ആര്? കുട്ടുമണിയുടെയോ? കുട്ടിമണിയല്ലത്, വട്ടുമണിയാ, വട്ടുമണി. ആദ്യം അവൾ ആന്റി വീൽ ചെയറിലാക്കി. ദേ ഇപ്പതാ റീത്തയും. എന്താടാ ശരിക്കും സംഭവിച്ചത്? റീത്തയുടെ 2 കണ്ണും കുത്തി പരുവാക്കി. 2 കൃഷ്ണമണിക്ക് മുറിവുണ്ട്. അവള് കണ്ണുമറം പ്രയോഗിച്ചാണെന്ന്. അവളുടെ മുടിഞ്ഞൊരു മർമ്മവിദ്യ. ആ കിളവൻ കാവടി പഠിപ്പിച്ചതാ പെണ്ണിനെ ഇതൊക്കെ. ആ റീത്തയുടെ കാഴ്ച എത്രമാത്രം പോയിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ആ പോയെങ്കിലേ കണക്കായിപ്പോയി. ഇന്നലത്തെ വാചകടി അതൊന്നും അല്ലായിരുന്നല്ലോ. കെട്ടിയവനെ കൊന്നു, കൊല്ലാൻ പോകുന്നവന് റീത്ത് വെക്കുന്നു. അവൾ എന്റെ മുഖത്തൂക്കി പറഞ്ഞതെന്താ? അവളെ ഞാൻ പണി പഠിപ്പിക്കണ്ടെന്ന്. എന്നിട്ടിപ്പൊ പണി കിട്ടി ഷെഡിലായത് ആരാ? ആ അയ്യപ്പൻകുട്ടി സാറ് പോലും ഞെട്ടിപ്പോയി. രാവിലെ കുട്ടിമണിയുടെ ഇൻക്വസ്റ്റ് ചെയ്യാറാക്കാന്ന് പറഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് പോയതാ പാവം. പിന്നെ പുള്ളിക്കിട്ട് വിവരം കുട്ടിമണി റീത്തയെ അടിച്ച് നിരപ്പാക്കി കണ്ണ് 2 കുത്തി പൊട്ടിച്ചുന്നാ. ഇതൊക്കെ നടക്കുമ്പോ അവിടെ മറ്റു പോലീസുകാർ എന്ത് ചെയ്യുമായിരുന്നടാ? അവരാരും കേട്ടില്ലേ ഒച്ചയും ബഹളമൊന്നും? ഒച്ചയും ബഹളമൊക്കെ അവരും കേട്ടതാ. അവര് കരുതി റീത്ത കുട്ടിമണിയെ കൊല്ലുകയാണെന്ന്. കുറച്ചഴിഞ്ഞ് നോക്കുമ്പോഴുണ്ട് പാവം റീത്ത 2 കണ്ണിനും ചോര ഒലിപ്പിച്ച് ബോധം കെട്ട് കിടക്കായിരുന്നു. അവളില്ലേ ആ കുട്ടിമണി കുറച്ച് മാറി ഇന്ന് ബിരിയാണി നിന്നായിരുന്നു.
എന്തൊരു ജന്മോ ദൈവമേ ഇത്. കല്ലിൽ വെച്ച് അരച്ചാലും ചാവത്തില്ല. അവളുടെ സമയമായിട്ടില്ല മതി, അതാ. അവളുടെ സമയമാവുന്നവരെ കാത്തിരിക്കാൻ എനിക്ക് സമയമില്ലടാ. മതി, ഇത് നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാ. കുട്ടിമണിക്കുന്ന ജാമ്യം കിട്ടിയില്ലെങ്കിൽ സബ് ജയിൽ വെച്ച് അവളെ തീർക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു വാശി കൂടിയാ. ഓരോ തവണയും നമ്മള് തോറ്റു പോവുകയാണല്ലോ സഞ്ജു. എവിടെ തോറ്റുന്ന നീ പറയുന്നേ? കുറച്ച് ദിവസത്തെ കൂടി പെണ്ണിന്റെ ആയുസ് നീട്ടിക്കിട്ടി. അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുന്ന് കേട്ടിട്ടില്ലേ? റീത്തയുടെ കാര്യം എങ്ങനെയാ പോലീസ് കൈകാര്യം ചെയ്യുന്നത്? കുട്ടിമണി ആക്രമിച്ചതാണെന്ന് പറഞ്ഞ് കേസെടുക്കൂ? ഞാനത് അയ്യപ്പൻകുട്ടി സാറിനോട് ചോദിച്ചതാ. പക്ഷേ അത് വേണ്ടെന്ന പുള്ളിക്കാരൻ പറഞ്ഞു. അതെന്താ? ഒന്നാമത് റീത്തയുടെ അറസ്റ്റ് പോലീസ് റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 2, കേസ് കോടതിയിലെത്തിയ റീത്ത ചിലപ്പോ എന്റെയും മതിയുടെയും പേര് പറഞ്ഞു തരും. അഥവാ കണ്ണിന്റെ കാഴ്ച എങ്ങനെ പോയാ അതിന്റെ വാശിക്ക് ഉറപ്പായും പറയും. അപ്പോ അവിടെയും പെണ്ണ് സേഫായി. അവൾ എവിടെ? നശിച്ച ഫൂലൻ ദേവി. 11 മണി കഴിയുമ്പോ കോടതിയിൽ ഹാജരാക്കുമെന്ന് അയ്യപ്പൻകുട്ടി സാർ പറഞ്ഞു. ഞാൻ ഇനി അമ്മയോട് എന്തു പറയൂ എന്റെ ഈശ്വര? കുട്ടിമണിയുടെ മരണവാർത്ത കേൾക്കാനായിട്ട് കാത്തിരിക്കും ആ പാവം. ചിലപ്പോൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ ശരി. ഈ പെണ്ണിനെ ഇനി എന്ത് ചെയ്യ? രവിയേട്ടന് ഇങ്ങനെന്താ ഇപ്പോ ഒരു വിളി? ഹലോ മതി, ഇത് എവിടെയാ? ഞാനിവിടെ ഹോസ്പിറ്റലില്. എന്താ രവിയേട്ടാ? ഹോസ്പിറ്റലിൽ എവിടെയാണെന്നാ ചോദിച്ചത്. മതി വന്ന അതേ ഹോസ്പിറ്റലിൽ ഞാനും ഉണ്ട്. ഹോസ്പിറ്റലിലോ? ആ, മതിയെ ഫോണിൽ കിട്ടാഞ്ഞപ്പോ ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു. അപ്പോ അച്ഛനാ പറഞ്ഞത് മതി മാണിക്യമംഗലത്തുണ്ടായിരുന്നു, അവിടുന്ന് ഹോസ്പിറ്റലിലേക്കെന്ന് പറഞ്ഞ് ധൃതി പിടിച്ച് പോയെന്ന്. എന്റെ പൊന്നെ, അത് കേട്ട പാടെ രവിയേട്ടന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അപ്പൊ തന്നെ ഞാനൊരു ടാക്സി പിടിച്ചിങ്ങ് പോന്നു. എന്റെ പൊന്ന് രവിയേട്ട, എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടിട്ട് വന്നതാ. അല്ല, മതി എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാം. ആ വേണ്ട വേണ്ട വേണ്ട. രവിയേട്ടൻ ആ ടാക്സി പറഞ്ഞു വിട്ടിട്ട് അവിടെ തന്നെ നിൽക്കും. ഞാൻ പുറത്തേക്ക് വരാം. ശരിയെന്നാ. അല്ല, നാശം പിടിക്കാനായിട്ട് അയാൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തേക്കുന്നു. ആരെയാ മതി? കെട്ടിയെടുത്തത് എന്റെ കെട്ടിയോ തന്നെ. എന്റെ പിന്നാലെ തന്നെ ഉണ്ട് ഇപ്പൊ അങ്ങേര് നിഴല് പോലെ. നമ്മൾ വിചാരിക്കും പോലെ പൊട്ടനൊന്നും അല്ല, കാഞ്ഞ പുള്ളിയാ രവിയേട്ടൻ. അതെനിക്ക് പണ്ടേ തോന്നിയതാ മതി. എന്തായാലും നീ ഇപ്പൊ പുറത്തേക്ക് വരണ്ട. നിന്നെ കണ്ട അങ്ങരുടെ മുഖം വീർക്കുന്ന എനിക്ക് കാണേണ്ടി വരും. ഒന്നാമത് പൊട്ടി രക്ഷപ്പെട്ടതിന്റെ പേരിൽ ഭ്രാന്ത് കേറി നിൽക്കുവാ ഞാൻ. അതിന്റെ കൂടെ ഞാനിവിടെ നിന്നോളാം, മതി പോയിക്കോ. ശരി. ഹായ് രവിയേട്ടാ. ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരണ്ടാന്ന്. എന്റെ പൊന്നി രവിയേട്ടന്റെ ഒരു കാര്യം. എന്റെ ചെക്കന്റെ ഈ സ്നേഹം കാണുമ്പോ എന്റെ കണ്ണങ്ങ് നിറയുവാ. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയെന്ന് കേട്ടതും നോക്ക് ഓടി പാഞ്ഞു വന്നിരിക്കുന്നത്. ഹോസ്പിറ്റൽ എന്ന് കേട്ടതും ഞാൻ സത്യമായിട്ടും ഭയന്നു പോയി. മതി, എന്റെ ചെക്ക, അസുഖമുള്ളവര് മാത്രമേ ഹോസ്പിറ്റലിലേക്ക് വരത്തുള്ളൂ. അല്ല മതി, എന്തിനാ ഇങ്ങോട്ട് വന്നത്? പെട്ടെന്ന് എന്തോ ഫോൺ വന്നിട്ട് പോയെന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്. ഓ, അച്ഛൻ അത്രയും വിശദമായിട്ട് പറഞ്ഞല്ലേ മരുമോനോട്? അല്ല മതി, ആരുടെ ഫോണായിരുന്നു ഇത്ര ധൃതി പിടിച്ച് ഓടി വരാൻ? അതോ, അത് 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 രവിയേട്ടാ, സൂസനില്ലേ, സൂസന്ന. ഏത് സൂസന്ന? എന്റെ കൂടെ പഠിച്ച സൂസന്ന. ഓ, സൂസന്ന. ആ സൂസന്നയുടെ ഭർത്താവ് സ്കൂട്ടറിൽ നിന്ന് വീണു. ഞാൻ അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോഴാ സൂസന്നയുടെ ഫോൺ വന്നത്. കരഞ്ഞു വിളിച്ച് എന്റെ ചേട്ടൻ സ്കൂട്ടറിൽ നിന്ന് വീണെന്നൊക്കെ പറഞ്ഞ്. അയ്യോ, എന്നിട്ട് ഞാൻ ഓടിപ്പാഞ്ഞ് വന്നപ്പോഴത്തേക്കും സിമ്പിൾ കേസ്. അയാളുടെ കാൽമുട്ടിന്ന് ഇത്തിരി തൊലി പോയതേ ഉള്ളൂ. ആഹാ, വന്ന സ്ഥിതിക്ക് ഞാനും കൂടെ അവരൊന്ന് കണ്ടിട്ട് പോവാം അല്ലേ? അയ്യോ രവിയേട്ടാ,
അവരിതേ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ആണോ? പിന്നല്ലാതെ. എങ്കിൽ നമുക്ക് പോയാലോ? അന്ന പോവാൻ പൊന്നെ. പിന്നെ ഇന്ന് 11 മണിക്ക് നിങ്ങളുടെ പെങ്ങളെ അളിയനെ കോടതിയിൽ ഹാജരാക്കും. എനിക്ക് കേക്കണ്ട അവരുടെ കാര്യം. മതി, വേറെ എന്തെങ്കിലും പറ. വേറെ എന്തു പറയാനാ? എന്റെ അമ്മ വീൽ ചെയറില. ഇന്ന് ജാമ്യം കിട്ടി രണ്ടും കൂടെ വയലോരം വീട്ടിലേക്ക് എങ്ങനെ വന്നാലുണ്ടല്ലോ, പിന്നെ വീടൊരു യുദ്ധക്കളമാവും. അത്രേ ഉള്ളൂ. പോവാം. ആദ്യം മാണിക്യമംഗലത്തേക്ക്, പിന്നെ വയലോരം വീട്ടിലേക്ക്. എന്റെ രവിയേട്ടൻ, നിങ്ങളൊന്ന് വരുന്നുണ്ടോ? ആ, വരുന്നു പൊന്നെ. സത്യമായിട്ട് എന്തു എന്റെ കൈയും കാലും തളർന്ന പോലെ. കുട്ടിമണിക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ കുട്ടിമണിക്കും മനസ്സുജനും ജാമ്യം കിട്ടും ചന്ദ്രേട്ട. സത്യം പറഞ്ഞ എനിക്ക് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ കുട്ടിമണിയുടെ കേസ് വാദിക്കാൻ എന്റെ സീനിയറെ ഏർപ്പാടാക്കിയത്. ഇല്ലെങ്കിൽ ചിലപ്പോ കോടതി മുറിക്കകത്ത് വെച്ചെന്നെ കാണുമ്പോ കുട്ടിമണിക്ക് സങ്കടാവും. ഞാനും ചിലപ്പോ നെർവസ് ആവും. എന്തിനാ അങ്ങനൊരു സീൻ വെറുതെ? എന്തു നീ ഒന്നോടെ വക്കീലിനെ വിളിച്ചേ, നമുക്ക് ജാമ്യം കിട്ടിയേ പറ്റൂ. എന്റെ ചന്ദ്രേട്ട, കൊച്ചു കുട്ടികളെ പോലെ ആവല്ലേ. ആദ്യം കുട്ടിമണിയും മനസ്സുജനെയും കോടതിക്ക് മുമ്പിൽ കൊണ്ടുവരട്ടെ. അത് കഴിഞ്ഞ് കോടതി കേസ് പരിഗണിക്കട്ടെ ചന്ദ്രേട്ട. എന്റെ ദൈവമേ, ആ ജഡ്ജിക്ക് മനസ്സിലിവ് തോന്നണേ. ജഡ്ജിക്ക് മനസ്സലിവ് തോന്നാതിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല ചന്ദ്രേട്ട. ഒന്നാമത് ബുദ്ധി ഉറക്കാത്ത കുട്ടിയല്ലേ കുട്ടിമണി. വഴിയിൽ വെച്ച് മനസ്സുജനും കുട്ടിമണിയും ആക്രമിക്കപ്പെട്ടപ്പോ ആത്മരക്ഷാർത്ഥം തിരിച്ചാക്രമിച്ചു എന്നതാണ് നമ്മുടെ വാദം. അതാണല്ലോ സത്യവും. അപ്പോ എന്തിനാ അവര് രാത്രി പുറത്തു പോയതെന്ന് കോടതി ചോദിക്കത്തില്ലേ എന്തു? എന്താ, അവര് ഭാര്യയ്ക്കും ഭർത്താവിനും രാത്രിയിൽ പുറത്തിറങ്ങി നടക്കാനുള്ള അവകാശമില്ലേ? അല്ല, അത്രയും രാത്രിയായിട്ട് ഏത് പാതിരാത്രിയിലും ഈ രാജ്യത്ത് എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്നുണ്ട്. അതൊക്കെ സമ്മതിച്ചു എന്തു. പക്ഷേങ്കില് കുട്ടിമണിയും കൂട്ടി മനസ്സിൽ നാടുവിടാൻ പോയതിന്റെ പിന്നിലെ കാരണം നമ്മളെ ഏറെ പേടിപ്പിക്കുന്നതല്ലേ. അച്ഛന്റെ മരണത്തിന് പിന്നിൽ കുട്ടിമണിയാണെന്ന് കോടതി അറിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല ചന്ദ്രേട്ട. ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു ഈശ്വര. അച്ഛനെ കൊന്നതിന്റെ പേരിൽ കുട്ടിമണി ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ വയ്യ. എന്റെ ചന്ദ്രേട്ട, ആവശ്യമില്ലാത്തതൊക്കെ എന്തിനാ ചിന്തിക്കുന്നത്? അതൊന്നും ഓർക്കാൻ വയ്യെന്തു. അതിലും ഭേദം വയലോരം വീടിന് തീ കൊളുത്തി എല്ലാരും കൂടെ അങ്ങ് ചത്താ മതി. ചന്ദ്രേട്ട, ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ. അവരാൻ തോന്നുന്നു. സ്വാമി ശരണം. വക്കീലേ, ഗുഡ് മോർണിംഗ്. ഓ, ജാമ്യത്തിലെടുക്കാൻ വന്നതായിരിക്കും അല്ലേ? അതിന് വേറെ വക്കീൽ അകത്തുണ്ട്. അതെന്താ വക്കീലെ, കോൺഫിഡൻസ് ഒക്കെ പോയോ? കാവടിക്കലിനെ ജാമ്യത്തിലിറക്കുകയും വാദിച്ച് വെളിയിലിറക്കിയ ആളല്ലേ? അന്ന് എനിക്കെതിരെ 3 വിശേഷണങ്ങൾ വക്കീൽ നടത്തിയതായിട്ട് ഞാനറിഞ്ഞു. വ്യക്തിവിരോധി, നിഷേധി, കൈക്കൂലിക്കാരൻ. സത്യമാണ്. ഇനിയും ഇഷ്ടം പോലെ പറയാം. പൊൻതൂവൽ ഏറ്റുവാങ്ങാനായി അയ്യപ്പൻകുട്ടിയുടെ ഈ കിരീടത്തിൽ ഇനിയും സ്ഥലം ബാക്കി. ആ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആദ്യഭാര്യയെ കുറിച്ച് വല്ല വിവരമുണ്ടോ? അയ്യോ സോറി, 2ാം ഭാര്യ വന്നപ്പോ പിന്നെ എന്തോ 1ാം ഭാര്യ അല്ലേ? ഇപ്പൊ എനിക്ക് ബലമായിട്ടൊരു സംശയമുണ്ട് കേട്ടോ. അല്ല, ഇതിനെ കെട്ടാൻ വേണ്ടിയിട്ട് അതിനെ മുഖ്യതാണോന്ന്. സാറേ, ദയവായി ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. ഏയ്, ഞാൻ പറഞ്ഞു നടക്കുന്നൊന്നുമല്ലടോ. ആക്ഷൻ കൗൺസിലുകാരന്മാർ പറഞ്ഞു നടക്കുന്നതാണ്. ആ വകുപ്പിലേ പരാതി വേറെ വരുന്നു. അപ്പം നമുക്ക് വീണ്ടും കാണേണ്ടി വരും. അന്നത്തെ പോലെ തന്നെ വിശാലമായിട്ട്. സർ, അത് ആ സമയത്ത്. ഇപ്പൊ ഓവറായിട്ട് സംസാരിക്കണ്ട. ഞാൻ എങ്ങനെ സംസാരിക്കണമെന്ന് വക്കീലല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ ഇത്രയും മാന്യമായിട്ട് സംസാരിച്ചതേ ഇത് കോടതി ആയതുകൊണ്ടാണ്. ഇങ്ങോട്ട് വരുമ്പോ ഞാൻ തെറിയുടെ ഒരു പുസ്തകം വെച്ചിട്ടുണ്ട് സ്റ്റേഷനിൽ. അത് അവിടെ തന്നെ ഇരിക്കുക. തിരിച്ചു ചെല്ലുമ്പോൾ എടുത്താൽ മതിയല്ലോ. ആ, പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കക്ഷികളെ കാണണ്ടേ? ടാടാ, ഇറങ്ങി വാ. ദേ വല്യളിയൻ കുഞ്ഞളിയനെ കാണാൻ നിൽക്കുക. മോളെ, നടക്കടാ. സിജ, ബാലേട്ടാ, ഞങ്ങൾ കാരണം എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടായല്ലേ? അങ്ങനെയൊന്നും ചിന്തിക്കണ്ട സിജ. ആ, മതി മതി മതി. കുടുംബരംഗം ഇത്രയ്ക്ക് മതി, ഓവറാക്കണ്ട. ഇനി അടുത്ത കോടതി രംഗം. ഡേ, വിളിച്ചോണ്ടോ. പേടിക്കണ്ട മനസ്സുജ, ഒന്നുമില്ല. വാ, നടക്ക്.
നടക്കങ്ങോട്ട്. കുറ്റം ചെയ്തത് താനാണെന്ന് മനസ്സിജൻ എന്നയാൾ സ്വമേധയാ സമ്മതിച്ചതിനാലും 3 മണി എന്ന കുട്ടിമണി പൂർണ്ണമായി വളർച്ചയെത്താത്ത കുട്ടിയാണെന്ന് ബോധ്യപ്പെട്ടതിനാലും കുട്ടിമണിക്ക് ഈ കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. മനസ്സിജനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാനും ഈ കോടതി ഉത്തരവായിരിക്കുന്നു. കുട്ടിമണി കുട്ടിമണി പറയാനുള്ള യാത്രയൊക്കെ പറഞ്ഞ് മനസ്സറിഞ്ഞ് ശരണം വിളിച്ചു. ഇവിടെ നിന്ന് നേരെ പോകുന്ന സബ് ജയിലിലേക്കാ. അവിടെ 14 ദിവസം. അതിനുശേഷം മനസ്സ് വെച്ച വേണമെങ്കിൽ സെൻട്രൽ ജയിലിൽ പോകും. കുട്ടു കരയല്ലേ കുട്ടു. കുട്ടു കരഞ്ഞ നമ്മുടെ കുഞ്ഞുമണിക്ക് സങ്കടം വരും. മനസ്സിലും പെട്ടെന്നങ്ങ് വരാം. മതി മതി മതി. ഏട്ടത്തി ബാലേട്ട, എന്റെ ജീവനാ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. കുട്ടുവിനെ നന്നായി നോക്കിക്കോണേ. പറഞ്ഞത് മനസ്സിലായില്ലേ? വിളിച്ചോണ്ട് പാടോ. നടക്കടാ നടക്ക. കുട്ടിമണി കുട്ടിമണി കരയല്ലേ കരയല്ലേ. കുട്ടിമണി കേറ്. ഉടയവനകത്ത്, കരയല്ലേ മോളെ. കിളിയും വേടനും പുറത്ത്. ഹാ മാഡം, അറിഞ്ഞു കാണുമല്ലോ വിശേഷം. കുട്ടിമണിക്ക് ജാമ്യം കിട്ടി. മനസ്സിജൻ 14 ദിവസം അകത്ത്. ഇനിയാണ് ശിവയുടെ കളി. കൊച്ചെ, ചിറ്റടുത്ത് വീട്ടിലേക്ക് ബാലം വിളിച്ചിരുന്നു കുട്ടിമണിക്ക് ജാമ്യം കിട്ടിയെന്ന്. ആഹാ, മനസ്സിന് ജാമ്യം കിട്ടിയില്ല. അയ്യോ, മനസ്സിന് ജാമ്യം കിട്ടിയില്ല കേട്ടോ. കുട്ടിമണിക്ക് ജാമ്യം കിട്ടിയ സന്തോഷത്തിലായിരിക്കും നിങ്ങൾ, അല്ലേ? സത്യം പറഞ്ഞ സന്തോഷമുണ്ട് കൊച്ചെ. ബുദ്ധിയില്ലാത്ത കൊച്ചല്ലേ, പോരാത്തതിന് വയറ്റി എണ്ണി. ഓ, അത് പോയി ജയിലിൽ കിടക്കുമെന്ന് വെച്ചാ ബുദ്ധിയും ബോധവും ഇല്ലാതെ അതെന്തെങ്കിലും അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ മോളെപ്പോലെ അറിവും ബോധമുള്ളവർ ക്ഷമിക്കുകയല്ലേ വേണ്ടത്. ഞാനേ ഒരു ചെറിയ പായസം വയ്ക്കാൻ പോവുക. പെണ്ണിന് ജാമ്യം കിട്ടി വരുന്നതല്ലയോ. പായസം എന്ന് വെച്ചാൽ അവൾക്ക് ജീവനാ. എത്ര ദിവസം കൂടിയാ അത് ഈ വീട്ടിൽ നിന്നൊരു വറ്റ് കഴിക്കുന്നത്. എന്നതാ കൊച്ചാ നീ കാണിച്ചത്? അരി തട്ടി തെറിപ്പിക്കോ? ഇതിൽ പരം മഹാപാപം മറ്റൊന്നില്ല. അരിയല്ല, നിങ്ങളുടെയൊക്കെ തല ഞാൻ തെറിപ്പിക്കും. എന്റെ അമ്മയെ തല്ലി പാതി ജീവനാക്കി ഇവള് തിരിച്ചു വരുമ്പോ നിങ്ങൾ അവളെ മധുരം നൽകി സ്വീകരിക്കുന്നു. ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഇവിടെ പായസം വയ്ക്കുന്നത്? ഇവിടെ ഒരു പായസം വെക്കണമെങ്കിൽ പോലും എനിക്ക് നിന്റെ അച്ഛന്റെ അനുവാദം വേണോടാ. എന്താ എന്താ സുഭദ്ര ഇത്? ഇവിടെ ഒരു പായസം വെക്കണമെങ്കിൽ ഈ മഹാരാജാവിന്റെ റാണിയുടെ അനുവാദം വേണോന്ന് കണ്ടില്ലേ കാണിച്ചേക്കുന്നത്. എന്റെ കയ്യിരുന്ന അരി ഒറ്റ തട്ടിന് അവൾ തെറിപ്പിച്ചിരിക്കുന്നു. രവി, എന്താടാ ഇതൊക്കെ? എന്തിനാ പായസം വെക്കുന്നേ? ആ നശിച്ചവൾ തിരിച്ചു വരുന്നേനോ? അവക്കേ പായസം വെച്ചു കൊടുക്കല്ല വേണ്ടത്, വായ്ക്കരി ഇടുക വേണ്ടത്. എന്നാലേ ഈ വീട്ടിൽ സമാധാനം വരും. എടാ മഹാഭാവി, ഗർഭിണിയായ നിന്റെ പെങ്ങളെ കുറിച്ചാണോടാ നീ പറയുന്നത്? എനിക്ക് അങ്ങനെ ഒരു പെങ്ങളില്ല. എന്റെ ഭാര്യയുടെ അമ്മയെ ഉപദ്രവിച്ചോള് എന്റെയും ശത്രുവാ. എടാ, അത് അവൾ അറിയാതല്ലയോ. നിങ്ങൾ മിണ്ടരുത്. ആടി നിങ്ങളെ തലക്കാണ് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയൂ. നഷ്ടം എനിക്കാ, എന്റെ അമ്മയ്ക്കാ. ന്യായം പറയുന്നവരൊക്കെ മാറി നിന്ന് ഉള്ളുകൊണ്ട് ആനന്ദിച്ചാ മതി. കോടതി കുട്ടിമണിക്ക് ജാമ്യം കൊടുത്തതല്ലേ ഉള്ളൂ. കുട്ടിമണി കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞ കോടതി ശിക്ഷിക്കുമല്ലോ. അതുവരെ കാത്തിരിക്കാൻ എനിക്ക് സൗകര്യമില്ല. അവളെ ഞാൻ ശിക്ഷിക്കും.
എന്റെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് വീണ ഓരോ തുള്ളി ചോരയ്ക്കും ഞാൻ കണക്ക് ചോദിക്കും. കൊച്ചെ, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും നീ ക്ഷമിക്കും. ആരെയും ഓർത്ത് ഞാൻ ക്ഷമിക്കില്ല. ബുദ്ധിയില്ലാത്ത അവക്കെന്തിനാ കൊച്ച്? നാളെ അതിന്റെ ചാവിന് കൂടെ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. എടി എടി എന്റെ അമ്മ കൊല്ലാൻ നോക്കല്ലടി. അയ്യോ കുട്ടുമണി, മോളെ എന്താ കല ഇത്? പയ്യത്തെ കുട്ടിയല്ലേ കുട്ടിമണി? നിങ്ങളുടെ പാട് നോക്ക്. അമ്മ അപ്പനും ഇല്ലാത്ത നിങ്ങക്കേ ഇതൊന്നും പറഞ്ഞ മനസ്സിലാവത്തില്ല. എടി നിന്നെ ഞാൻ കൊല്ലടി. അവള് ചെയ്തത് അവളെ. തൊട്ട് പോകരുത് നീ കുട്ടിമണിയെ. തൊട്ടാ ഇയാൾ എന്നാ ചെയ്യും? നീ വിവരം അറിയും. ഇനി അവളുടെ ദേഹത്ത് തൊട്ടാ എന്റെ കൈ നിന്റെ ദേഹത്ത് വീഴും. എങ്കിൽ അതൊന്നും കാണുമല്ലോ. അവളെ അവനും അവന്റെ ഒരു ഭാര്യയും അവരിൽ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കണം. കുട്ടിമണിയുടെ ദേഹത്ത് കൈ തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടും. പിന്നെ എന്നിട്ട് ഇവിടെ സുഖിച്ച് ജീവിക്കും. ഇറങ്ങി പോടി പിശാചി വീട്ടിൽ നിന്ന്. കുടുംബത്തിന് സ്വസ്ഥത കളയാനായിട്ട് ഉണ്ടായ ജന്തു. അവളെ ഇറക്കി വിട്ടാണ് നീ ഇവിടെ താമസിക്കുന്ന കാണോടാ. നിങ്ങൾ പിന്നെ പിന്നെ എന്റെ ദേഹത്തോട്ട് കളിക്കുന്നു. നിങ്ങളെ ഞാൻ അയ്യോ മക്കളെ, അയ്യോ ശാരദ, മക്കളെ നമ്മുടെ ശാരദ മക്കളെ, മോളെ കുട്ടിമണി വാ. ശാരദേ, മോളെ, എന്റെ പൊന്നു മോള് കരയില്ലേ? മോളുടെ അമ്മ ഇങ്ങ് വന്നില്ലേ? കുഞ്ഞച്ചനെ തല്ലി, ഒരുപാട് തല്ലി. ഞാൻ താത്തക്കുട്ടീനെ വന്നേ ഉള്ളൂ. മക്കളെ, അമ്മ പുറപ്പെട്ടു പോയിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും നിങ്ങളുടെ മനസ്സ് മാറിയില്ലല്ലേ? തമ്മി കണ്ട കടിച്ചു കയറാൻ തക്കം നോക്കിയിരിക്കുവാണല്ലേ? ശാരദേ, നീ ഇവിടെ ഉള്ളപ്പോ പിന്നെ സമാധാനം ഉണ്ടായിരുന്നു. നീ പോയതോടെ ഇവിടെ ആർക്കും ആരോടും എന്തും ആകാമെന്ന അവസ്ഥയാ. അത് ശരി. ഇവിടെ ബാക്കിയുള്ളവർക്കുണ്ടായ നഷ്ടങ്ങളുടെ കഥ കൂടി പറയാത്ത എന്താ? അതുകൂടി പറയ്. അതെ, അമ്മയ്ക്കറിയാവോ, മതിയുടെ അമ്മ വീൽ ചെയറില്ല. അതും ശരീരത്തിന്റെ പകുതി ചലനശേഷി നഷ്ടപ്പെട്ടുകൊണ്ട്. എടാ, ആദ്യം അമ്മ വീട്ടിലേക്കൊന്ന് കയറട്ടെ. അത് കഴിഞ്ഞു മതി നിന്റെ പരാതിയും പദം പറച്ചിലും. ഞാൻ എന്റെ അമ്മയോടാ സംസാരിക്കുന്നത്. താനേ തന്റെ കാര്യം നോക്ക്. താനോ? രവി ബാലൻ നിന്റെ ചേട്ടനല്ലേ? ചേട്ടനും പൂട്ടനും ഒക്കെ പണ്ട്. ഇപ്പൊ എന്റെ ഒന്നാം നമ്പർ ശത്രു അയാള്. മോനെ, എന്താ ഇത്? ഇങ്ങനൊന്നും പറയില്ലേ. ഇതൊക്കെ കേൾക്കാനാണോ ഈശ്വര ഞാൻ ഓടിപ്പിടിച്ചു വന്നത്? ശാരദ പെങ്ങളെ, മക്കൾ വളർന്നു വലിയ മരമായി. കേട്ടിട്ടില്ലേ, അടയ്ക്കയാണെങ്കിൽ മടിയിൽ വെക്കാം. അടയ്ക്കാ മരവോ? വേറൊരു പഴഞ്ചൊല്ലു കൂടി ഉണ്ടപ്പച്ചേപ്പ. പൊന്നു കായ്ക്കുന്ന മരമായാലും പുരയ്ക്ക് മുകളിൽ ചാഞ്ഞ വെട്ടണമെന്ന്. പഴഞ്ചൊല്ലൊക്കെ എല്ലാവരുടെ കാര്യത്തിലും വേണം. അതെ അതെ, ഞാൻ നിൽക്കണോ മക്കളെ? അത് പോണോ? ഞാൻ നിൽക്കുന്നത് എന്തിനാ? ഇവര് തമ്മിലടിച്ച് ചാവുന്നത് കാണാനോ?
ഒന്ന് പറ അമ്മ എങ്ങ പോലെന്ന് പറ അമ്മ അമ്മ എങ്ങ പോണ്ട എങ്ങ പോലെ. കുട്ടിമണി, ഇങ്ങനത്തെ കാഴ്ച കാണാൻ ആഗ്രഹിച്ചിട്ടല്ല അമ്മ ഇങ്ങോട്ട് വന്നത്. എന്റെ മക്കള് 3 പേര് ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചിരിക്കുന്നത് കാണാനാ ഞാൻ വന്നത്. പക്ഷെ വന്നപ്പോ കണ്ടതോ പരസ്പരം കൊല്ലാനുള്ള വാശിയിൽ നിൽക്കുക എന്റെ ആ മക്കള്. ആ മക്കളെ ഈ മക്കളെ ഒന്നും നോക്കണ്ട, എന്നെ മാത്രം നോക്കിയാ മതി. പിന്നെ എന്റെ മനുഷ്യൻ തട്ടക്കൂട്ടിന്ന് വരുമ്പോ മനുഷ്യനെ നോക്കിയാ മതി. മോളെ ശാരദ, ഇത് നോക്കിയേ, ഇതാ ഇന്ദുമോള്, നമ്മുടെ ബാലന്റെ. മോള് ക്ഷമിക്കണം. ഈ വീട്ടിൽ വന്ന് കയറിയതോടെ നിന്റെ ഈ സമാധാനം പോയി അല്ലേ? വന്നല്ലോ, എല്ലാവരെയും കാണാനും പറ്റി. ഞാൻ പോവാ. അയ്യോ കുട്ടിമണി, മോളെ. എന്താ കുട്ടിമണി മോളെ? അയ്യോ എന്റെ മോളെ, മോളെ, അയ്യോ മോളെ, മോളെ കുട്ടിമണി, ഇല്ല മോളെ, അമ്മ പോവില്ല മോളെ, മോളെ, അയ്യോ എന്റെ മോളെ, നാത്തൂനെ, എന്നതാ ഇതൊക്കെ? എല്ലാം കൂടെ തല്ലി കൊന്നതിന്. അയ്യോ കുട്ടിമണി പ്രഗ്നന്റാ, യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ, അതിന്റെ തലച്ചുറ്റല്ല, പേടിക്കണ്ട. ആ ബാല വിളിച്ചിരിക്കാതെ ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാ. നിങ്ങൾക്ക് നാണല്ലേ രവിയേട്ടാ ഈ നാടകം കൊണ്ടോണ്ട് നിൽക്കാൻ? ഇങ്ങോട്ട് കേറി വാ. നേരാണോ നാത്തൂനെ? എന്റെ മോള് ഗർഭിണിയാണോ? അതെ നാത്തൂനെ. കുട്ടിമണി കുടിക്കേ. മോളെ. ആ ബാല പിടിക്കേ, കൊച്ചിനെ അകത്തുകൊണ്ട് ഈ കിടത്താം. എനിക്ക് എനിക്ക് ഈശ്വര, എന്റെ ദൈവമേ, ഇത് കാണാനാണോ ഞാൻ ഇങ്ങോട്ട് വന്നത്? പൊന്നെ, വാഴയ്ക്ക് പൊന്നുകച്ചവടക്കാരൻ എന്ത് വേണം? ഓ, നിങ്ങൾക്കിപ്പോ സന്തോഷമായി കാണുമല്ലോ, പൊന്നുമോന്റെ പൊന്നമ്മച്ചി തിരിച്ചു വന്നല്ലോ. എന്റെ മതിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും എനിക്ക് ഇഷ്ടാവുമോ? അതിപ്പോ എന്റെ അമ്മയാണെങ്കിൽ കൂടി. ഇത്രയും കാലം അവരുടെ പയ്യാരവും പരാതി ഒന്നും കേൾക്കണ്ടായിരുന്നു, ഇനിയിപ്പോ അതും കേൾക്കണം. എന്തായാലും സംഗതി കൊള്ളാം. പൊട്ടിമണിക്ക് ജാമ്യവും കിട്ടി, വയലോരം വീട്ടുകാരി തിരിച്ചു വരികയും ചെയ്തു. മണ്ടികളായത് ഞാനും എന്റെ അമ്മയും മാത്രം. അങ്ങനെ ഒന്നും കരുതണ്ട മതി, അവന് ജാമ്യം കിട്ടിയില്ലല്ലോ, ആ മനസ്സജന്. ഓ, അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൂർത്തിയായാലേ. എന്റെ അമ്മ ഇത് അറിയുമ്പോ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന്. മാണിക്യമംഗലത്തെ ജലജകുമാരി വെള്ള സാരി ഉടുത്ത് ആയുഷ്കാലം മുഴുവൻ വീൽ ചെയറിലിരിക്കുമെന്ന് ആരും കരുതണ്ട. വേറെ ചിലര് വെള്ള പുതയ്ക്കുമ്പോ ജലജകുമാരി വെള്ള വസ്ത്രം മാറ്റും. പിന്നെ സന്തോഷത്തിന്റെ നിറങ്ങളാ. മതി പറയുന്നത് പോലെയുള്ളൂ എന്റെ ഏത് കാര്യങ്ങളും. ഈ ലോകത്ത് ബന്ധുവായിട്ട് എനിക്ക് എന്റെ മതി മാത്രം മതി. അയ്യടാ, മതി മാറ്റം മതി. കേക്കാൻ സുഖമുണ്ട്. നിങ്ങളുടെ പെങ്ങളുടെ മുഖം കണ്ട ആ നിമിഷം എനിക്ക് കലി കയറും, ഭ്രാന്ത് പിടിക്കും എനിക്ക്. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല. അത് പൊട്ടിയോടാണെങ്കിലും നിങ്ങളുടെ അമ്മയോടാണെങ്കിലും. കേട്ടല്ലോ? കേട്ടു മതി. എന്ത്? അല്ല, കേട്ടൂന്ന്. എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. നിങ്ങളെ കൂടി എന്റെ ശത്രുനിരയിൽ നിർത്താനാ. വയലോരം വീട് തീർക്കുമ്പോ ഇവിടുത്തെ ഒരു കിളിക്കുഞ്ഞിനെ പോലും ബാക്കി വെക്കാതെ മൊത്തത്തിൽ നിരപ്പാക്കണമെന്നാ എനിക്ക്. മതി, എന്താ ഇത്?
ഞാൻ മതിയുടെ പിന്നിൽ തന്നെ ഉണ്ട്. പിന്നിൽ നിൽക്കണ്ട, മുന്നിൽ നിന്നാ മതി. മുന്നിൽ തന്നെ നിൽക്കണം. നിന്ന് ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. എന്തായാലും ഞാൻ വൈകിട്ട് അമ്മയൊന്ന് കാണട്ടെ. നിങ്ങളും വരണം. ഓ, എനിക്കങ്ങ് വിശക്കുവാ. ഇന്ദു, കുട്ടിമണിക്ക് കഴിക്കാൻ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. ശരി ചന്ദ്രേട്ട. മോളെ, അമ്മയോടും മോക്ക് പിണക്കൊന്നുമില്ലല്ലോ? എന്തിന്? മോള് വരുന്നതിന്റെ തലേന്ന് വീട് വിട്ടു പോയതിന്. ഇല്ലമ്മേ, കാര്യങ്ങളും സാഹചര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇല്ല പൊന്നെ, ഇനി എന്റെ മോളെ വിട്ട് അമ്മ എങ്ങും പോവില്ല. പുത്തമല്ലിച്ചി, മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി തരാം. കൊച്ചു ഞങ്ങളെല്ലാം അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞു. വല്യേട്ടാ, കുഞ്ഞേട്ടനും കൊച്ചേച്ചി ഇനി എന്നെ തള്ളാൻ വരുമോ? മോളെ ആരും ഒന്നും ചെയ്യത്തില്ല. ചെയ്യാതെ വലിയേട്ടൻ നോക്കിക്കോളാം കേട്ടോ. വല്യേട്ടനും തങ്കു തങ്കു. എന്തായാലും ഞാൻ തിരിച്ചു വന്ന പോലെ ശാരദപ്പങ്ങളും തിരിച്ചു വന്നല്ലോ. അതിന് എന്റെ മക്ക അവരെയും കൊണ്ടൊന്നും അല്ലല്ലോ വന്ന്. എത്ര വയ്യാതെ കിടന്നാലും പെണ്ണിന്റെ വാചകത്തിന് കുറവൊന്നുമില്ല. ഓ, പിന്നെ വലിയ അമ്മയാവാൻ പോവില്ലയോ പെണ്ണ്? അമ്മേ, ഞാനിപ്പ അമ്മയാവേ. എന്റെ വയറ്റില് ഒരു കുഞ്ഞാവന്നെ. ഞാനും എന്റെ മനുഷ്യനും കൂടി കുഞ്ഞാവച്ചൊരു പേരിട്ടു, കുഞ്ഞുമണി. ആ, നാത്തൂനും കൂടെ സംസാരിക്കേ. പറയാനും ഒത്തിരി കാര്യം കാണുമല്ലോ. അണ്ണ, കുട്ടിമണിയുടെ മൂക്കിന്ന് ചോര വന്നതല്ലേ, ഒന്ന് ആശുപത്രി കൊണ്ടുപോണ്ടേ? ഓ, അതെന്നാത്തിനാ? അതെ, പെട്ടെന്ന് ടെൻഷൻ വന്നപ്പോ ഉണ്ടായത്. അല്ലെങ്കിൽ മൂക്കിനകം വഴക്കിനിടയ്ക്ക് മുറി എങ്ങാനും ചെയ്ത് കാണും. പിന്നെ രവിയോടും മതിയളയോടും ചോദിക്കാനും പറയാനൊന്നും പോണ്ട. പണ്ടേ രണ്ടിനും ബോധമില്ല. ഇപ്പോ ജലജകുമാരി കൂടെ ഈ അവസ്ഥയിലായ സ്ഥിതിക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും മനസ്സിലാവത്തില്ല. എന്നാലും എന്റെ ശാരദേ, ഇപ്പോഴാ ചങ്കിനകത്തെ തീ കെട്ടത്. നീ വന്നല്ലോ. എവിടെ ആയിരുന്നു ഇതുവരെ? ഓ, എത്രയോ രാത്രി ഞാൻ സ്വപ്നം കണ്ട് നീ തിരിച്ചു വരുന്നതായിട്ട്. എത്രയോ രാത്രികളില് ഞാൻ ഉറക്കത്തിൽ നാത്തൂനുമായിട്ട് വർത്താനം പറഞ്ഞിരിക്കുന്നു. അപ്പൊ എന്നെ മാത്രം ആരും ഓർത്തില്ല. എന്റെ പൊന്നുമോള് അമ്മയുടെ നെഞ്ചിനകത്തല്ലേ എപ്പോഴും. ഓ, എന്നിട്ടാണോ നീ അവളെ ഇട്ടിട്ട് പോയത്? എന്റെ കുഞ്ഞുങ്ങളെയും നിങ്ങളെയും ഒക്കെ വേണ്ടാഞ്ഞിട്ടാണ് ഞാൻ പോയത്, അല്ലല്ലോ. ഈ വീട്ടില് സമാധാനം വരാനല്ലേ നാത്തൂനെ ഞാൻ പോയത്. അതിനു വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ ഞാൻ പോയത്. ഓ, എന്നിട്ട് സമാധാനം ദൈവം കൊട്ടയിലിറക്കി തന്നല്ലോ. എന്റെ മക്കൾ ഒരിക്കലും നന്നാവാത്തതിന് ദൈവത്തെ എന്തിനാ പഴിക്കുന്നത്? ഇനി നീ എന്ത് വന്നാലും ഈ വീട് വിട്ട് പോവരുതേ ശാരദ. ഇല്ല, ഞാൻ പോവില്ല നാത്തൂനെ. പ്രത്യേകിച്ച് എന്റെ പൊന്നുമോൾ ഇങ്ങനെ ഇരിക്കുമ്പോ. ഇനി ചത്തിട്ടല്ലാതെ ശാരദ വയലോരം വീട് വിട്ടു പോവില്ല. അയ്യോ, അമ്മ എപ്പോഴാ ചാവുന്നേ? എന്റെ പൊന്നു കൊച്ചേ, ശാരദ നാളെ ചാവാനൊന്നും പോകുന്നില്ല. പിന്നെ പറഞ്ഞു വന്നപ്പോ അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളു. നിങ്ങൾ അമ്മയും മോളും വർത്താനം പറഞ്ഞിരിക്കേ. ഞാൻ മുറ്റത്ത് കിടക്കുന്ന അരി തൂത്തി പറക്കിയെടുക്കട്ടെ. അതെന്തു പറ്റിയതാ നാത്തൂനെ? അത് കയ്യിന്ന് വീണു പോയതാ. ഒന്നും പറയണ്ട. ഇത്രയും ദിവസം എന്റെ പൊന്നുമോളെ, നീ താമസിച്ചതിന് തൊട്ടു മുന്നിൽ നിന്റെ അമ്മയുണ്ടായിരുന്നു. ഈശ്വര, കയ്യെത്തും ദൂരത്ത് വന്നിട്ടും എനിക്ക് എന്റെ കുഞ്ഞിനെ നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ. അമ്മ എപ്പോഴാ അമ്മ എന്നെ കണ്ടേ?
എന്റെ കുഞ്ഞിനെയും മനസ്സിനെയും പോലീസ് കൊണ്ടുപോയപ്പോ ആണോ? ഉം, ആ, പോലീസ് പിടിച്ചോന്ന് പേടിച്ചാ മനസ്സ് ഞാൻ കഥ അടച്ച് താമസിച്ചേ. എന്നിട്ടും പോലീസ് പിടിച്ചു. കുഞ്ഞുവാവയുടെ പേരെന്നതാന്നാ പറഞ്ഞേ? പറ. കുഞ്ഞുമണി. നല്ല പേരാണല്ലോ. ആരെ പേരിട്ടത്? ഞാനാ. ആ, മോക്കിഷ്ടാണോ ഈ കുഞ്ഞുമണിയെ? ആ, എനിക്കിഷ്ടാ, ഒത്തിരി ഒത്തിരി ഇഷ്ടാ. പിന്നെ മനുഷ്യൻ പറഞ്ഞല്ലോ കുഞ്ഞുമണി എന്നെ അമ്മേന്ന് വിളിച്ചോന്ന്. എന്റെ പൊന്നു മോളെ വിളിക്കും, അമ്മേന്ന് വിളിക്കും. എന്നാ അമ്മേ കുഞ്ഞാവ എന്റെ അടുത്ത് വരുന്നേ? ഒത്തിരി ദിവസം കഴിയുമ്പോ ഈ കുഞ്ഞാവ എന്റെ പൊന്നുമോളുടെ അടുത്തേക്ക് ചിരിച്ചോണ്ട് വരും, കേട്ടോ? അതെ അമ്മച്ചേ, എന്നെയാണോ അതേ കുഞ്ഞുമണിയാണോ കൂടുതൽ ഇഷ്ടം? അമ്മയ്ക്ക് അമ്മയുടെ ഈ പൊന്നുമോളെ ഇഷ്ടം. പക്ഷെങ്കി എനിച്ചുണ്ടല്ലോ, എനിക്ക് ഈ കുഞ്ഞുമണിയാ കൂടുതൽ ഇഷ്ടം. അമ്പടി കേമി, കൊള്ളാലോ. കുഞ്ഞുമണി എന്നെ എന്തായിരിക്കും വിളിക്കുക? ശാരദാമ്മേന്ന് വിളിക്കാം. അല്ലെങ്കിലേ എന്റെ അച്ഛൻ വിളിച്ച പോലെ എടി ശാരദയെന്ന് വിളിപ്പിച്ചാ. എടി ഭയങ്കരി, നിന്റെ കുഞ്ഞല്ലേ, അങ്ങനെ തന്നെ വിളിക്കൂ. വിളിച്ചില്ലെങ്കിലേ അതിശയുള്ളൂ. അതെ, ഈ കുഞ്ഞുമണിയോടെ എന്നെ മുത്തശ്ശീന്ന് വിളിക്കാൻ പറയണം. ഞാൻ പറഞ്ഞു നോക്കാം. അനുസരിച്ചൊന്നും എനിക്കറിയത്തില്ല. അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് അടി കൊടുക്കാം. കുഞ്ഞുമനെ തല്ലാനൊന്നും ഞാൻ സമ്മതിച്ചിട്ടില്ല. കുഞ്ഞാന് വന്നാൽ ഉടനെ തന്നെ ഞാൻ എന്നെ മമ്മറ വിദ്യ അങ്ങ് പഠിപ്പിച്ചു. എല്ലാത്തിനെ കണ്ണൂതി പഠിക്കും. ആഹാ, അമ്മയും കൊള്ളാം, മോളും കൊള്ളാം. അതെ, കുഞ്ഞുമണിയോട് നീ പറഞ്ഞു മുത്തശ്ശി വന്ന കാര്യം? അയ്യോ, ഞാൻ അടങ്ങ് മറന്നുപോയി. അതെ കുഞ്ഞുമണി നല്ല ഉറക്കവാ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. കുഞ്ഞുമണിയേ, കുഞ്ഞുമണിയേ, കുഞ്ഞാനിയേ, അന്നോടന്നോടന്നോടനെ. അതെ, പിന്നെ ഒരു കാര്യം പറയാനാണ് വിളിച്ചേ. എന്റെ അമ്മ ശാരദാമ്മ വന്നിട്ടുണ്ടേ. പിന്നെ നിന്റെ മുത്തച്ഛീനെ വിളിച്ചാവല്ലേ. എടീന്ന് വിളിച്ചാ ദോഷം കിട്ടും. ദൈവസ്വാമിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ പറഞ്ഞേക്കാം. ഇനി എന്നെ ഉറങ്ങിച്ചോട്ടാ. പിന്നെ ബുദ്ധമല്ലേച്ചി ഭക്ഷണം ഉണ്ടാക്കുവാണേ. കിട്ടുമ്പോ ഞാൻ വിളിച്ചാവേ. ഇനി എന്നെ ഉറങ്ങിച്ചോട്ടോ, ഉറങ്ങിച്ചോ. വാവോ കുഞ്ഞുമണി, വാവോ എന്റെ കുഞ്ഞുമണിയേ, വാവോ വാവീടെ വാവേ, വാവോ കുഞ്ഞുമണി കുട്ടി, വാവാ. എന്റെ മോളിങ് വന്നേ. എവിടേക്കാമേ? വാ. അച്ചോട്ടാ, ഞാൻ തിരിച്ചു വന്നു അച്ചോട്ടാ. സമാധാനം തേടിപ്പോയതാ. പക്ഷേ ഉള്ളിങ്ങനെ കത്തിയെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ എവിടുന്ന് സമാധാനം കിട്ടാനാ? തിരിച്ചു വന്നപ്പോ ഞാൻ കാണുന്നത് നമ്മുടെ മക്കള് പരസ്പരം തല്ലിച്ചാകാൻ ഒരുങ്ങുന്നതാ. എന്താ അച്ചോട്ടാ അവരിങ്ങനെ? എത്ര സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നവരാ നമ്മുടെ മക്കള്. ഞാനും വന്നു പരമച്ചോട്. അച്ചോട്ടാ, നമ്മുടെ മോളിങ് തിരിച്ചു വന്നു. അച്ചോട്ടനറിഞ്ഞോ അവളൊരു അമ്മയാവാൻ പോവാ? അതെ, കുഞ്ഞാച്ചു പേര് വെച്ചു കുഞ്ഞുമണി. അച്ചോട്ടാ, നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയാവാൻ പോവാ. ഇതൊന്നും കാണാൻ എന്റെ അച്ചോട്ടനില്ലാതെ പോയല്ലോ. ആര് പറഞ്ഞു? എന്റെ അച്ഛൻ എല്ലാം കാണുന്നുണ്ടല്ലേ അച്ഛൻ? അച്ചോട്ടാ, കുഞ്ഞാവെ ഓർത്ത് നമ്മുടെ മോൾ ഒത്തിരി സന്തോഷത്തില. നല്ല ബുദ്ധിയുള്ളൊരു കുഞ്ഞിനെ ദൈവം അവൾക്ക് കൊടുക്കാൻ അച്ചോട്ടനും പ്രാർത്ഥിക്കണേ. നമ്മൾ അനുഭവിച്ചതുപോലത്തെ ഒരു ദുഃഖം ഒരിക്കലും കുട്ടിമണിയുടെയും മനസ്സിന്റെയും ജീവിതത്തിൽ ഉണ്ടാവരുത്. അല്ല, എന്നാ ദുഃഖമാമേ നിങ്ങൾ അനുഭവിച്ചേ? ഒന്നുമില്ല പൊന്നെ. അച്ചയോട് പ്രാർത്ഥിക്കേ, കുഞ്ഞുമണിക്ക് ഒരു കുഴപ്പവും വരാതെ നോക്കിക്കൊള്ളേന്ന്. അതെ, ഒരു പ്രത്യേക കാര്യം പറയുവാനേ. അതെ,
എന്റെ വയറ്റിലാണേ കുഞ്ഞുവാനി. കുഞ്ഞാവ് ഉറക്കമാണേ. എന്റെ കുഞ്ഞാവെ കാത്തോനെ. രക്ഷിച്ചാനോ അച്ഛൻ? അച്ഛ ഈ കുഞ്ഞുമണിയെ കൊണ്ട് മുത്തച്ഛേന്ന് വിളിപ്പിക്കാന്ന് പറ. പറയാവേ. അച്ഛേ പിന്നെണ്ടല്ലോ അച്ഛേ, ഞാനേ ഈ കുഞ്ഞുവനിയെ കൊണ്ടുണ്ടല്ലോ അച്ഛേ മുത്തച്ഛേന്ന് വിളിപ്പിച്ചാവേ. ഞാൻ പറഞ്ഞ കുഞ്ഞുമണി കേക്കും. അതുകൊണ്ടേ അപ്പൊ പിന്നെ ഈ കുഞ്ഞുവനെ നന്നായിട്ട് അച്ഛൻ അങ്ങ് നോക്കിച്ചോണേ. അച്ഛേ ശനയ്യപ്പാ. അയ്യപ്പോ കാത്തോണേ. അമ്മയോ? നിന്റെ അമ്മ തിരിച്ചു വന്നില്ലേ? 2 കാലിൽ നടന്ന് തിരിച്ചു വന്നില്ലേ? ശാരദാമ്മയ്ക്ക് കാണാനും കണ്ട് രസിക്കാനും എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നടി നീ അമ്മയ്ക്ക് തന്നിരുന്നത്. കുട്ടിമണിയുടെ ശവം, മനസ്സിജന്റെ തല. എന്നിട്ടിപ്പോ എന്തായി കഥയുടെ അവസാനം? കുട്ടിമണിക്ക് കോടതി വക ജാമ്യം, മനസ്സിജന് ജയിലിൽ 14 ദിവസത്തെ സുഖവാസം, പുറപ്പെട്ടു പോയ ശാരദാമ്മയുടെ തിരിച്ചുവരവ്. ജലജകുമാരി വീണ്ടും വീൽ ചെയറിൽ തന്നെ. അമ്മേ, അത് അമ്മയോ? നിന്റെ അമ്മ തിരിച്ചു വന്നില്ലേ? 2 കാലിൽ നടന്ന് തിരിച്ചു വന്നില്ലേ? ശാരദാമ്മയ്ക്ക് കാണാനും കണ്ട് രസിക്കാനും ചിരിക്കാനും ഒരു കാഴ്ച വസ്തുവായി മാണിക്യമംഗലത്തെ ജലജകുമാരി ഈ ഉരുട്ടുവണ്ടിയില്.